കൊല്ലുന്ന കാഴ്ചകൾ കേരളത്തെ ഏറെ ഞെട്ടിപ്പിക്കുകയാണ്. കോളിളക്കം സൃഷ്ടിച്ച ജിഷ കൊലപാതകം തൊട്ട് നിരവധി സംഭവങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികളെ പ്രതിക്കൂട്ടിലാക്കുന്നു. അടുത്തിടെ കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയതും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. അതിഥി എന്ന് ഓമന പേരിട്ട് നാം ഓമനിക്കുന്നവർ ഇന്ത്യനോ ബംഗ്ലാദേശിയോ? ഇരുൾ പരന്നു തുടങ്ങിയാൽ പിന്നെ വീട്ടകങ്ങളിൽ ഒറ്റയ്ക്ക് കഴിയാൻ വിധിക്കപ്പെട്ട വൃദ്ധ ദമ്പതികളും പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ള പെൺമക്കളെയും ചേർത്ത് പിടിച്ചു കഴിയുന്ന കുടുംബിനികളും മരണഭീതിയില്ലാതെ കിടന്നുറങ്ങിയിട്ട് കാലങ്ങളേറെയായി. മുഖം മൂടിക്കെട്ടിയും ആയുധങ്ങളും കള്ളത്താക്കോൽ കൂട്ടവുമായി ഏതു സമയത്തും അവർ കടന്നു വരും. വീട്ടുകാരെ വകവരുത്തിയും കുഞ്ഞുങ്ങളെ അടക്കം മാനഭംഗപ്പെടുത്തിയും അവർ മടങ്ങുമ്പോൾ വീടിന്റെ കിടപ്പുമുറിയിലും ഹാളിലും അടുക്കളയിലുമൊക്കെയായി ചോര തളം കെട്ടുകയും വീട്ടലമാരകളും മേശവലിപ്പും കാലിയാവുകയും ചെയ്യും. ആരാണിവർ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലും എത്തിയെങ്കിൽ ഇനിയാണ് കഥയുടെ ചുരുൾ നിവരുന്നത്. അവർ മറ്റാരുമല്ല, അതിഥി തൊഴിലാളികളായി കേരളത്തിലെത്തിയ ശേഷം മലയാളികളുടെ അന്തകരായി മാറുന്നവർ. അവർക്ക് ആരെയും ഭയമില്ല, കൊന്നു തള്ളാനും വെട്ടിമുറിക്കാനും മടിയുമില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള അതിഥി തൊഴിലാളികളുടെ എണ്ണം ഓരോ ദിവസവും പെരുകിയിട്ടും പോലീസും സർക്കാരും തുടരുന്നത് അനങ്ങാപ്പാറ നയം തന്നെയാണെന്ന് പറയാതെ വയ്യ. ഈസ്റ്റ് വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അതിർത്തിയിലെ നിരീക്ഷണ കണ്ണുകളിൽ പെടാതെ ഇന്ത്യൻ ചുരങ്ങളിലൂടെ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ സാന്നിധ്യവും കേരളത്തിലുണ്ട്. ഇവരെല്ലാം അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിൽ തന്നെയാണ് നമുക്കിടയിൽ അറിയപ്പെടുന്നത്. കൊലപാതകം, കവർച്ച, മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങി ഒട്ടേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ജന്മനാടുകളിൽ നിന്നും തീവണ്ടി കയറി കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിലെ വിവിധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നത്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുവാനോ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുവാനോ സംസ്ഥാന തൊഴിൽ വകുപ്പ് അധികൃതരോ പോലീസോ തൊഴിലുടമകളോ തയ്യാറാകാത്തതും അതിഥി തൊഴിലാളികളുടെ വിളയാട്ട ഭൂമിയായി കേരളത്തെ മാറ്റിയെന്നതും മറ്റൊരു യാഥാർത്ഥ്യം. ഗോത്രവർഗ വിഭാഗക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇവരിൽ ഏറ്റവും അപകടകാരികൾ. 1990 വരെ ഏറെ സമാധാനപരമായ ജീവിത അന്തരീക്ഷമായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൻ്റേത്. അതിഥി തൊഴിലാളികളുടെ കടന്നുവരവോടെയാണ് ഇതിന് മാറ്റം വന്നു തുടങ്ങിയത്. മദ്യം, കഞ്ചാവ്, ഹാഷിഷ്, MDMA, സിന്തറ്റിക് ഗുളികകൾ, ലഹരി സ്റ്റാമ്പുകൾ തുടങ്ങി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വരെ സംസ്ഥാനത്തേക്ക് വൻതോതിൽ എത്തിത്തുടങ്ങിയപ്പോൾ കേരളത്തിലെ കൗമാര യൗവനങ്ങൾ പിന്നീട് ലഹരിയുടെ പിടിയിൽ അമരുകയായിരുന്നു. നിർമ്മാണ മേഖലയിലും ഹോട്ടലുകൾ, പ്ലൈവുഡ്, ക്വാറി മേഖലകൾ കേന്ദ്രീകരിച്ചും അതിഥി തൊഴിലാളികളുടെ എണ്ണം പെരുകിയതോടെ CITU, INTUC, BMS തുടങ്ങിയുള്ള ലേബർ ട്രേഡ് യൂണിയനുകളിൽ പോലും ഇവർക്ക് അംഗത്വം കിട്ടുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കിക്കളഞ്ഞ 90കളുടെ തുടക്കത്തിലാണ് ബംഗാളിൽ നിന്നും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉപജീവനം ലക്ഷ്യമാക്കി ഭായിമാരെന്നറിയപ്പെടുന്ന അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലും ആശുപത്രി സുരക്ഷയിലും ഭായിമാർ സേവനം ചെയ്യുന്നുണ്ട്. KSEBയുടെ പോസ്റ്റുകൾ സ്ഥാപിക്കാനും മരച്ചില്ലകൾ വെട്ടാനും ദിവസവേതനം നൽകി ഭായിമാരെയാണ് നിയോഗിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ കടന്നുവരവിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ തൊഴിലാളികളാണ് നിർമ്മാണ മേഖലയിലടക്കം ജോലി ചെയ്തിരുന്നത്. തമിഴ്നാട് സർക്കാർ ഇവരെ സ്വദേശത്തേക്ക് മടക്കി വിളിക്കുകയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നൽകുകയും ചെയ്തതോടെ 95% തമിഴരും കേരളം വിട്ടു പോവുകയായിരുന്നു. 4 പതിറ്റാണ്ടോളം കേരളത്തിൽ സജീവ സാന്നിധ്യമായിരുന്നിട്ടും തമിഴ്നാട് സ്വദേശികൾ മൂലം കേരളത്തിൽ ഒരിടത്തും എടുത്തു പറയത്തക്ക അക്രമ സംഭവങ്ങളോ കൊലപാതകങ്ങളോ സ്ത്രീപീഡനങ്ങളോ ഉണ്ടായിട്ടില്ല. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകം മുതൽ നിരവധി നരഹത്യാ സംഭവങ്ങളാണ് അതിഥി തൊഴിലാളികളുടെ കടന്നുവരവോടെ കേരളത്തിൽ അരങ്ങേറി തുടങ്ങിയത്. 2016 നടന്ന ജിഷയുടെ കൊലപാതകം അക്കാലത്ത് കേരളത്തെ പിടിച്ചുലച്ചു. പ്രതി അമീർ ഉൾ അസ്ലാമിന് വേണ്ടി അക്കാലത്ത് ഏറ്റവും അധികം ഫീസ് വാങ്ങുന്ന ക്രിമിനൽ അഭിഭാഷകൻ ആളൂർ തന്നെ ഹാജരായതും അതിഥി തൊഴിലാളികൾക്ക് പിന്നിലെ സാമ്പത്തിക ശക്തിയിലേക്കും കേരളത്തിന്റെ ശ്രദ്ധ തിരിയാൻ കാരണമായി. തലക്കടിച്ച് വീഴ്ത്തിയും കഴുത്തുമുറിച്ചും കൈകാലുകൾ അറുത്തെറിഞ്ഞും കേരളത്തിൽ എത്രയെത്ര മലയാളികളെയാണ് സ്ത്രീ പുരുഷ ഭേദം കൂടാതെ കൊന്നുതള്ളിയത്. ഇവരുടെ ക്രൂരമായ ലൈംഗിക അക്രമങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും വയോവൃദ്ധരായ വനിതകളും ഇരയായി. കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയതും ഒരു അതിഥി തൊഴിലാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏത് ഇന്ത്യൻ സംസ്ഥാനക്കാരാണ് കൊലക്കത്തിയും ഒളിപ്പിച്ച് മലയാളികളുടെ ജീവനെടുക്കുന്നത്? നമ്മുടെ അന്വേഷണ സംഘങ്ങളുടെ കണ്ണിൽ പെടാതെ കഴിയുന്നത്? ബംഗ്ലാദേശികളടക്കം കേരളത്തിലെ ഒളിവിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നവരെ കണ്ടെത്താനും എന്തുകൊണ്ട് പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് കഴിയുന്നില്ല? ചോദ്യങ്ങൾ ഏറെയുമുണ്ട് ഇനിയും. ബംഗാളിലെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ എണ്ണവും കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. തൊഴിൽ തേടി വരുന്നവരെ അവർ ആരെന്നും അവരുടെ പശ്ചാത്തലം എന്തെന്നും അറിയാതെ തൊഴിലുടമകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന പതിവിന് ഇനിയെങ്കിലും മാറ്റം വരണം. കേരളത്തിലുള്ള തൊഴിൽ രഹിതർക്ക് അധ്വാനിക്കാൻ മടിയാണെങ്കിലും നോക്കുകൂലി വാങ്ങാൻ തെല്ലും മടിയില്ല.
മലയാളിക്ക് പണിയെടുത്ത് വിയർക്കാൻ മടിയായത് മുതലെടുത്ത് അതിഥി തൊഴിലാളികളാണ് 1800 രൂപ മുതൽ 2000 രൂപ വരെ ജോലിക്കനുസരിച്ച് പ്രതിഫലം വാങ്ങി ഇവിടെ ജീവിക്കുന്നത്. കേരളം എക്കാലവും അതിഥി തൊഴിലാളികളുടെ പറുദീസയാണ്. ജീവിത സാഹചര്യങ്ങൾ മെച്ചമാക്കി മാറ്റാൻ കേരളത്തിൻ്റെ മണ്ണിലെത്തിയവർ. ഇരുളിൻ്റെ മറവിലും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും മലയാളികളുടെ ജീവനെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം അതിഥി തൊഴിലാളികളുടെ സ്വന്തം നാടായി മാറുകയാണ്. A to Z ന്യൂസ് മലയാളം 24.